എന്താണ് നിൻ്റെ കഴിവെന്ന് ചോദിച്ചാൽ ഒരു 80% മലയാളികൾക്കും പറയാൻ ഉത്തരം ഉണ്ടാവത്തില്ല. ഒരിക്കൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് കഴിവുള്ളതെന്ന്. അന്ന് ഞാൻ അവിടെ സ്റ്റക്കായിപ്പോയി. ഡാൻസ് അത്യാവശ്യം കളിക്കുമെങ്കിലും വലിയ എക്സ്പേർട്ട് ഡാൻസറൊന്നുമല്ല. പാട്ട് അത്യാവശ്യത്തിന് പോലോട്ട് പാടത്തുമില്ല. പഠിക്കുമോ എന്ന് ചോദിച്ചാൽ പഠിക്കും, പക്ഷെ ഭയങ്കര ഇൻ്റലിജൻ്റ് ഒന്നുമല്ല. ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് പോലും പ്ലേ ചെയ്യാനും അറിയത്തില്ല. പക്ഷേ കുറച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ്. നമുക്ക് ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയ എന്ത് സ്കില്ലുണ്ടെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അത് വേസ്റ്റാണ്. എനിക്ക് എന്തുണ്ടെങ്കിലും അത് ഗിഫ്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയെന്ന് പറയുന്നതിനേക്കാൾ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ സ്വന്തം അത് നേടിയെടുത്തു എന്ന് പറയുന്നതിനാണ് എനിക്കിഷ്ടം. ക്രിസ്ത്യാനോ റൊണാൾഡോവിനെ നമുക്കെല്ലാവർക്കും അറിയാം. അയാൾ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. അയാൾക്ക് ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയ ആ കഴിവിനെ അയാൾ രാവും പകലും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവന്നപ്പോഴാണ് അയാളൊരു മികച്ച ഫുട്ബോൾ കളിക്കാരനായത്. അതുപോലെ തന്നെ സ്റ്റാർബക്സ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റാർബക്സിൻ്റെ ഓണറെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. സ്റ്റാർബക്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹൊവാർഡ് ഷോൾസ്. ഷോൾസിൻ്റെ നൂതനമായ ബിസിനസ് ഐഡിയാസ് സ്റ്റാർബക്സ് ഓണറിന് ഇഷ്ടമാകാതിരുന്നതിനാൽ ഷോൾസിന് കമ്പനി വിട്ട് ഇറങ്ങേണ്ടി വന്നു. അതിനുശേഷം ഒരു കോഫി ഷോപ്പ് തുടങ്ങി അതൊരു വലിയ സക്സസ് ആയി മാറുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം സ്റ്റാർബക്സ് എന്ന കമ്പനി കടത്തിലാകുകയും അതിൻ്റെ 700ഓളം ബ്രാഞ്ചുകൾ പൂട്ടിപ്പോകുകയും ചെയ്തു. അങ്ങനെ 1987 ഹൊവാർഡ് ഷോൾസ് $3.8 മില്യൺ സ്റ്റാർബക്സ് എന്ന കമ്പനി സ്വന്തമായിട്ട് വാങ്ങി. അതിനുശേഷം തൻ്റെ ബിസിനസ് സ്കിൽസ് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു കോഫി ഷോപ്പ് എന്നതിലുപരി ഒരു ബ്രാൻഡാക്കി അതിനെ വളർത്തി. ഇന്ന് വേൾഡ് വൈഡായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റാർബക്സ്. സോ ഇന്ന് മുതൽ നിങ്ങൾ എനിക്ക് ഗിഫ്റ്റഡ് ആയിട്ടൊന്നും കിട്ടിയില്ല, എനിക്ക് എന്താണ് ടാലൻ്റ് ഉള്ളത്, ഇതൊക്കെ അന്വേഷിച്ച് വിഷമിച്ച് ബുദ്ധിമുട്ടിയൊന്നും നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ള എന്താണോ, എന്തെങ്കിലുമായിട്ട് ചിലപ്പോൾ കുക്ക് ചെയ്യാനുള്ള കഴിവായിരിക്കാം, ചിലപ്പോൾ ചെറുതായിട്ട് ഡാൻസ് ചെയ്യാനുള്ള കഴിവായിരിക്കാം, ചിലപ്പോൾ സംസാരിക്കാനുള്ള കഴിവായിരിക്കാം, ചിലർക്ക് നന്നായിട്ട് മറ്റുള്ളവരെ ലിസൺ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലത്തെ എന്ത് കഴിവായിക്കോട്ടെ അതിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആവുന്നത്.